ചാനലിൽ വാശിയുള്ളവരുണ്ടല്ലോ, ചാനൽ ആങ്കർമാരെ എനിക്ക് തോന്നുന്നു ജനം ടി വി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി. വേടൻ ഫോറിനിൽ പോയത് ആരും അറിഞ്ഞില്ല. വേടൻ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് ആരും അറിഞ്ഞില്ല. വേടൻ ഇസ് എ VIP. പീപ്പിൾ മൈൻഡ് ഈ നരേറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് വെള്ളപൂശാൻ പറ്റും. അതേ രീതിയിൽ നടന്ന ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് മഹാപാപമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും. ഇത് രണ്ടും ഒരേ ആളെ കൊണ്ട്, ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നതും, ഇല്ലേ? വേറൊരു ബലാത്സംഗ കേസ് നമ്മുടെ നാട്ടിലുണ്ടായി. അതിലൊരു VIP ആയിരുന്നു, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു വേടൻ. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്, ഇല്ലേ? ബട്ട് അങ്ങനെ പ്രശസ്ത അല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ? അപ്പോൾ വേടനെ നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് വേടനെ കൊണ്ട്. അപ്പോൾ വേടൻ യോഗ്യനായി. ഇവിടെ ദിലീപ് വെറുക്കപ്പെട്ടവനായി. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് ദിലീപിനെ അകറ്റി നിർത്താൻ. ഇതുപോലെ സെലിബ്രിറ്റിയാണല്ലോ വേടനും. ചെറുപ്പക്കാരുടെ ഹരവും ഭ്രാന്തുമാണ് വേടൻ, ഇല്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഈ ഒരു കുഴപ്പത്തിൽ ചാടുന്നത്. വേറെ കുഴപ്പത്തിൽ ചാടി പുള്ളി. മയക്കുമരുന്ന്, മറ്റേ പുലി നഖം എന്നൊക്കെ പറഞ്ഞിട്ട് മൈനർ കേസ്. അന്ന് വേടൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞു ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഞാനത് നിർത്തി. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ബലാത്സംഗ പരാതി. ബലാത്സംഗ പരാതി വേടന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. വേടനെ അറസ്റ്റ് ചെയ്യുന്നുള്ള സ്ഥിതി വന്നു. വേടന് ഒളിവിൽ പോയിട്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. മുൻകൂർ ജാമ്യം കിട്ടി. പാസ്പോർട്ട് പിടിച്ചു വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേടൻ വീണ്ടും കോടതിയിൽ പോയി. എനിക്ക് പാസ്പോർട്ടൊന്നും തരണം, എനിക്ക് ഫോറിനൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. കോടതി അതും അനുവദിച്ചു. ഇത് ദിലീപ് ആയിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളം നടന്നേനെ. വേടനായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. അതും ശരിയാണല്ലോ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വേടൻ ഫോറിനിൽ പോയത് ആരും അറിഞ്ഞില്ല. വേടൻ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് ആരും അറിഞ്ഞില്ല. വേടൻ ഇസ് എ VIP. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വാക്കോൽ. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലേ? ഇങ്ങോട്ട് വന്നേ നീ. ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി, ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്യില്ല, പാവമാണ്. ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആ വേടൻ്റെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് ജീവിതം തൊലഞ്ഞ ഒരു അതിജീവിത ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അത് കണ്ടില്ല. ഞാൻ കുറ്റം പറയില്ല, ബിക്കോസ് ഭാഗ്യലക്ഷ്മി ഇമോഷണലി ഈ അതിജീവിതമായിട്ട് അറ്റാച്ച്ഡാണ്. മറ്റേ അതിജീവിതയുടെ കാര്യമേ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ തലയിൽ കയറില്ല. സ്വാഭാവികമാണ്, മനുഷ്യരൊക്കെ അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനിത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ഭാഗ്യലക്ഷ്മി ഒരു ദുഷ്ടയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. ഹൗ പീപ്പിൾ മൈൻഡ് ഈ നരേറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് വെള്ളപൂശാൻ പറ്റും. അതേ രീതിയിൽ നടന്ന ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് മഹാപാപമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും. ഇത് രണ്ടും ഒരേ ആളെ കൊണ്ട്, ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നതും, ഇല്ലേ? എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത് രണ്ടും ഭാഗ്യലക്ഷ്മി തന്നെ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി കാപടികയായതുകൊണ്ടല്ല, കാപട്യം ഇല്ലാത്തവളാണ്. ഈ നരേറ്റീവിൻ്റെ ഇരയാണ്, അതുകൊണ്ട് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വേറെ ആരും അങ്ങോട്ട് രാജിവെക്കുന്നത്? അവർ ഈ നരേറ്റീവിൽ പെട്ടിട്ടില്ല. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണിയ. ശ്വേതാ മേനോൻ സ്ത്രീയല്ലേ? അവരല്ലേ അമ്മയുടെ AMMA പ്രസിഡന്റ്? അവർക്കെന്താ അതിജീവിതയോട് സ്നേഹമില്ലേ? അവർ ദുഷ്ടയാണോ? അല്ലല്ലോ. അവരൊന്നും മിണ്ടാത്തത് എന്താ? അത് ഉത്തരം പറ. അത് ഇതിനകത്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചീത്ത വിളി തുടങ്ങും, ഭയങ്കര ബഹളം തുടങ്ങും. തുടങ്ങിയില്ലെങ്കിൽ ചാനലുകാർ തുടങ്ങിപ്പിക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. ചാനലിൽ വാശിയുള്ളവരുണ്ടല്ലോ, ചാനൽ ആങ്കർമാരെ എനിക്ക് തോന്നുന്നു ജനം ടി വി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ.
അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങ് തുടങ്ങും ബഹളം. സോ യു ഹാവ് ദിസ് പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി. ഈ സെലിബ്രിറ്റീസിന് ആൾക്കാർ പ്രത്യേകിച്ചൊരു ആഹ്വാനവും ഇല്ലാതെ തന്നെ ക്യാമ്പയിൻ നടത്തി നശിപ്പിക്കാൻ നോക്കും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.